Good afternoon. Good afternoon, ma'am. Afternoon, ma'am. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്റ്റേണൽ സോഴ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. എക്സ്റ്റേണൽ സോഴ്സ് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് റീഡ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലെ. അത്ര വരെയല്ലേ എടുത്തിരിക്കുന്നത്? ആർക്കും ഓർമ്മില്ല? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് നമ്മൾ ജോബ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറില്ലേ? ഇല്ലേ? ന്യൂസ് പേപ്പേഴ്സ് അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ദാറ്റ്സ് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് എന്ത് അഡ്വർടൈസ്മെന്റ്. Then employees trade association or unions, like ക്ലബുകള്, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷനിലൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു സ്ഥാപനത്തിൽ ഇന്ന വേക്കൻസി ഉണ്ട് എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇൻഡയറക്റ്റ് മെത്തേഡ്. പ്രൊഫഷണൽ അസോസിയേഷൻസ്, നമുക്ക് വേണ്ട പ്രൊഫഷണൽ അസോസിയേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതർ റെപ്യൂട്ടഡ് ഫേംസ്, മറ്റ് റെപ്യൂട്ടഡ് ഫേംസ് വഴി അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവിടെ വർക്ക് ചെയ്യുന്ന നല്ല എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ഇൻസെന്റീവും അതേപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറീസ് ഒക്കെ കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അതാണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. അപ്പോ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്നതാണ് ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ്. In modern times, this medium has become equally vibrant, energetic, and creative as consumer advertising. So, ഇത് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള കുറച്ചൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇത് കൺസ്യൂമർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. Advertisement is usually provide a brief outline of the job responsibility, നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. എന്താണ് അവിടുത്തെ ജോബ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. വാണ്ടഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ്, കോമ്പൻസേഷൻ പാക്കേജ് പറഞ്ഞിട്ടുണ്ടാവും. പേ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന എമൗണ്ട് മുതൽ ഇന്ന എമൗണ്ട് വരെ. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ, want to reach a large target group and deserve a good number of qualified individuals who are consolidated in distribution. അപ്പോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത്, അഡ്വർടൈസ്മെന്റ് എന്തൊക്കെ ഉണ്ടാവും? ജോബ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ദെൻ കോമ്പൻസേഷൻ പാക്കേജ് ഉണ്ടാവും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമുക്ക് അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ ലാർജ് ടാർഗറ്റ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കാനായിട്ട് പറ്റും. അതുവഴി ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻസ് ഓർ ക്ലബ്സ്. നമ്മൾ മീറ്റിംഗിലോ കോൺഫറൻസിലോ സെമിനാറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷന്റെയോ ക്ലബിന്റെയോ ഒക്കെ സെമിനാറുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഫർമേഷൻ ജോബ് വേക്കൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ ജോബ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. നോക്കാം. എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻ ക്ലബ്സ്, meetings, conference, seminar, and other social function of employee trade association or club are more way of spotting suitable candidates. നമുക്ക് suitable ആയിട്ടുള്ള candidates കണ്ടെത്താനായിട്ടുള്ള ഒരു നല്ലൊരു മാർഗമാണ് ഏത്? എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻസ്. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ നമുക്കറിയാലോ. പ്രൊഫഷണൽ അസോസിയേഷനിൽ മേ ബി ഇപ്പൊ CA എന്നൊക്കെ കാണുന്നില്ലേ? അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തോന്നുന്നു വീക്കിലി രണ്ട് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. വീക്കിലി എന്താണ് വൺസ് നടത്തുന്നുണ്ട്, ഇന്റർവ്യൂസ് നടത്തുന്നുണ്ട്. അത് വെച്ചാല് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൽ നിന്ന് റിക്രൂട്ടേഴ്സ് പ്രൊഫഷണൽ അസോസിയേഷനിൽ വന്ന് അവർക്ക് വേണ്ട പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന് കണ്ടെത്തി അവരുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ professional associations or bodies of major professionals like doctor,
engineer, auditor, chartered accountant, and manager also provide abundant opportunity to discover potential candidates for technical, scientific, and managerial employment opportunities. അപ്പോ ഇതേപോലെ പ്രൊഫഷണൽ അസോസിയേഷനുകളുടെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് വഴി അവർക്ക് കൂടുതലായിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഏത് ഫീൽഡിലുള്ള ടെക്നിക്കൽ, സയന്റിഫിക് ആൻഡ് മാനേജറിയൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അടുത്തതാണ് അതർ റെപ്യൂട്ടഡ് ഫേംസ് ആണ്. Nowadays, it has become trend to recruit human resource from well-known firms. അപ്പോ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ് എന്ത്, വെൽ നോൺ ആയിട്ടുള്ള ഫേംസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഇപ്പൊ നല്ല എംപ്ലോയിനെ നോക്കിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. Few companies and firms have established a positive reputation on productivity, efficiency, and industrial harmony. ചില ഫേംസ് നമ്മൾ നോക്കുമ്പോൾ അവർ നല്ല പോസിറ്റീവ് റെപ്യൂട്ടേഷനും അതുപോലെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. Many firms have made effort to discover appropriate candidates from such firms for filling job position. അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഫേം എന്ത് ചെയ്യും, നല്ല ആ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫേമിലെ ജോബ് പൊസിഷനിലേക്ക് ഫിൽ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിലും കൂടുതൽ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഫേമിലേക്ക് അവർ നമ്മൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യാണ് അതർ റെപ്യൂട്ടഡ് ഫേംസിൽ വരുന്നത്. ഓക്കെ, then third party method ആണ്. third party method which are most common as follow. Private employment agencies നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ വേക്കൻസി നമ്മുടെ പ്രൊഫൈലായിട്ട് മാച്ച് ആവുന്ന വേക്കൻസീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ലെറ്റർ വരും. അത് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസിൽ? പോയിട്ടില്ല? ഓക്കെ, അവര് ഫീസ് ആദ്യം ചിലപ്പോൾ നിസ്സാരം ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമ്മളുടെ കളക്ട് ചെയ്യുന്നത് അല്ലെ. അത് കഴിഞ്ഞ് മേ ബി നമ്മൾ പ്ലേസ്ഡ് ആയി കഴിയുമ്പോൾ മേ ബി നമ്മുടെ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് അവർ കളക്ട് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. Then state and or public employment agency, employment exchange അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അപ്പോ നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെച്ചാൽ അവിടെ വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് എന്ത് അവരായിരിക്കും ഇന്റർവ്യൂ കോൾ ആയിരിക്കും, നമ്മുടെ എക്സ്പീരിയൻസും ഇതൊക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യാൻ നമ്മളെ ഇന്റർവ്യൂവിൽ വിളിക്കുന്നത്. അപ്പോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്മൾ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. പിന്നെ സ്കൂൾ, കോളേജ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ, കോളേജസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. പ്രൊഫഷണൽ ഓർഗനൈസേഷൻ തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നു. ട്രേഡ് യൂണിയൻസ്, നമുക്കറിയാം ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു നല്ല ഗുഡ് റിലേഷൻ ആയിരിക്കും ട്രേഡ് യൂണിയൻ ആയിട്ട്. അപ്പൊ ട്രേഡ് യൂണിയൻ ആയിട്ട് നല്ല രീതിയിൽ പോകണം. അപ്പൊ ട്രേഡ് യൂണിയൻ സജസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാഷ്വൽ ലേബേഴ്സ് ഓർ ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്. നിങ്ങൾ ഫാക്ടറിയുടെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട്, രാവിലെ ഒരു 9 o'clock ഒക്കെ ആവുന്ന സമയത്ത് വലിയ ഫാക്ടറിയുടെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടോ? ഫാക്ടറി കണ്ടിട്ടുണ്ടോ? വലിയ ഫാക്ടറീസ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല? ഓക്കെ, ഞങ്ങളുടെ ഇവിടെ ഏലൂര് ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ വരുന്ന സമയത്ത് ഫാക്ടറീസിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അപ്പൊ അവിടെ കുറെ ആൾക്കാര്, സാധാരണ ആൾക്കാര് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കൂട്ടം കൂടി നിൽക്കും. രാവിലെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. അപ്പം ചിലപ്പോൾ ഞാനത് കൂട്ടം കൂടി നിൽക്കണതായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഫാക്ടറിയുടെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരാള് യൂണിഫോം ഇട്ടൊരാള് ഇറങ്ങി വരുന്നതും അവര് ഇത്ര നമ്പേഴ്സ് വേണമെന്ന് പറയുന്നതും ഇങ്ങനെ ഇത്ര നമ്പേഴ്സിന് എന്ത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ റിക്രൂട്ട്മെന്റിന്റെ കാഷ്വൽ ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡെയിലി വേജിലുള്ള ആൾക്കാരെയാണ് അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്താണ്, ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്. നമ്മുടെ ഫാക്ടറിയുടെ ഫ്രണ്ടില് എല്ലാ ദിവസവും
നമുക്ക് അപ്പൊ അവർക്ക് നമ്മൾ ഡെയിലി വേജ് മാത്രം കൊടുത്താൽ മതി, മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല ഓർഗനൈസേഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് PFO അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയോ ആനുവിറ്റിയോ ഒന്നും കൊടുക്കണ്ട. അവര് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, അവർക്ക് നമ്മുടെ ദിവസം ലാസ്റ്റ് ആവുമ്പോൾ അവർ ചെയ്ത വർക്കിനുള്ള കൂലി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് ആപ്ലിക്കൻസ് അറ്റ് ഫാക്ടറി ഡേറ്റ് എന്നാണ് അതിന് പറയുന്ന ഒരു മെത്തേഡ്. ദെൻ അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ വോളണ്ടറി ഓർഗനൈസേഷൻസും കമ്പ്യൂട്ടർ ഡാറ്റാ ബാങ്ക്സ്, ഇത്രയുമാണ് തേർഡ് പാർട്ടി മെത്തേഡ്സിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. The private employment agency, they are used extensively and charge very little fee from the applicants. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. ചെറിയൊരു എമൗണ്ട് അവർ ഫീ ആയിട്ട് ചാർജ് ചെയ്യും. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500 or 1000 ആയിരിക്കും ചില ചാർജ് ചെയ്യുന്നത്. They focus on specific occasions such as general office help, salesman, technical workers, accountant, computer staff, engineers and executives. ചില ഒക്യുപേഷണൽ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ മേ ബി ഓഫീസ് വർക്ക് ആവാം, സെയിൽസ്മാൻ, ടെക്നിക്കൽ വർക്കേഴ്സ്, അക്കൗണ്ടന്റ്, അങ്ങനത്തെ ജോബുകളിലേക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ജോബ് വേക്കൻസീസ് ഉള്ളതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എംപ്ലോയർക്ക്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസി വർക്ക് ആസ് മിഡിൽ മാൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ വർക്ക് ചെയ്യുന്നതിൽ മിഡിൽ മാൻ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, പ്രൈവറ്റ് ഏജൻസീസ് വർക്ക് ചെയ്യുന്നത്, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. രജിസ്റ്റർ ചെയ്യാത്തവർ അധികം പേരുണ്ടാവില്ല. എന്ന് വെച്ചാല് these are also known as employment or labor exchange. നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയാറുണ്ട്. They provide clearing house for the jobs. അപ്പൊ അവിടെ വരുന്ന ജോബ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു, അത് അസൈൻ ചെയ്ത് കൊടുക്കാണ്. ആൻഡ് ജോബ് ഇൻഫർമേഷൻ along with a wide range of service such as counseling, job searching and information about the labor market, workers and pay rate. അപ്പൊ ഇവര് ജോബ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർ വർക്ക് ചെയ്യുന്ന അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിന് വേണ്ട കൗൺസിലിംഗ്, ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻസ്, ലേബർ മാർക്കറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, വർക്കേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, പേ റേറ്റ് എത്രയാണ്, സ്കെയിൽ ഓഫ് പേ എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ആണ് സ്കൂൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമ്മള് ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ പോലത്തെ ഒരു മെത്തേഡ് ആണ്. എന്നാൽ അത്രയും ഒരു നേരിട്ടല്ല വരുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓൾ ദീസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിക്രൂട്ടിംഗ് ദർ സ്റ്റുഡൻസ്. അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. These general and technical professional institutions provide blue collar and white collar and managerial personnel. Blue collar job എന്താണെന്ന് അറിയാമോ? Blue collar job ഇല്ല, ഡെയിലി വേജ് ഇല്ലേ, ഡെയിലി വേജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ കൂലിപ്പണിക്കാര്, കൂലി, അതാണ് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താണ്, നമ്മള് എക്സിക്യൂട്ടീവ് ലെവലാണ്. ദെൻ മാനേജിംഗ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ CEO, അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ, അവരൊക്കെയാണ് മാനേജറിയൽ പേഴ്സൺസ് വരുന്നത്. അപ്പൊ നമ്മള് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇതേപോലത്തെ എംപ്ലോയീസിനെ, അവരുടെ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊരു അറേഞ്ച്മെന്റിൽ വന്നിട്ട് നമ്മൾ അവരെന്ത് ചെയ്തു, റിക്രൂട്ട് ചെയ്യുന്നു. മേ ബി ട്രെയിനിങ്ങിന്റെ ഭാഗമായിരിക്കും. ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അവരെ എന്ത് ചെയ്യുള്ളൂ, ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാറില്ലേ, അതേപോലെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ റിക്രൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവരെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു വിടുകയാണ് ചെയ്യാറ്. അപ്പോ സ്കൂൾ, കോളേജ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൽ ടെക്നിക്കൽ ജോബ് ആണ് കൂടുതലായിട്ട് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത്. ചില മെഷീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാം. പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വൈറ്റ് കോളർ ആൻഡ് മാനേജീരിയൽ പേഴ്സണൽസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്താണ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടർ. They keep entire information record about employed executives. Employed executives-നെ കുറിച്ചിട്ടുള്ള entire information സാധാരണ ഉണ്ടാവും പ്രൊഫഷണൽ ഓർഗനൈസേഷന്റെയോ
റിക്രൂട്ടിംഗ് ഫേംസ് എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സിന്റെ കയ്യിലോട്ടുണ്ടാവും. These consulting firms suggest a highly competent individual for managerial, marketing and production engineers post. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല ഹൈലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് എന്തെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യും. ഇന്നൊരു എംപ്ലോയി നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മേബി ഇത്രയും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആര് സജസ്റ്റ് ചെയ്യും? എക്സിക്യൂട്ടീവ് റിക്രൂട്ടർ അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഫേംസ് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. ദാറ്റ്സ് എന്താണ്? അതാണ് റിക്രൂട്ടിംഗ് ഫേംസ് എന്ന് പറയുന്നത്. അവര് മാനേജീരിയൽ ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കൊക്കെ ഹൈലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് സജസ്റ്റ് ചെയ്യണം. നമ്മളാണ് ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ നമ്മൾ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത്. Then trade unions. Okay, trade unions ആണ്. Trade unions offer manual and skilled workers in sufficient quantities. നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മാനുവൽ ആയിട്ടും സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂ ഓർഗനൈസേഷൻ ഫോർമൽ എഗ്രിമെന്റ് ആർ മെയ്ഡ് ടു ഗിവ് പ്രയോറിറ്റി ടു ദ കാൻഡിഡേറ്റ്സ് റെക്കമെൻഡഡ് ബൈ ദ ട്രേഡ് യൂണിയൻ ഡ്യൂറിംഗ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ആയിട്ട് മുൻപേ ഫോർമൽ ആയിട്ട് എന്തെങ്കിലും എഗ്രിമെന്റിലൊക്കെ അവർ ഏർപ്പെട്ടിട്ടുണ്ടാവും. അവർ പറയുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ മറ്റ് എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ട്രേഡ് യൂണിയൻ സജസ്റ്റ് ചെയ്യുന്നവരായിരിക്കും ഓർഗനൈസേഷൻസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. Then casual laborers or applicants at gate. Many industries are depend on casual laborers who daily marks his presence on factory gate or employment office. അപ്പോ ഒരുപാട് ഇൻഡസ്ട്രീസ് ഇന്ന് കാഷ്വൽ ലേബേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു അവരെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ്. കാരണം എക്സ്ട്രാ PF ഗ്രാറ്റുവിറ്റിയോ ബെനിഫിറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യണ്ട. അവർ ചെയ്യുന്ന വർക്കിനുള്ള നമ്മൾ എന്താണ് വേജ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. സോ അവരുടെ പ്രസൻസ് ഫാക്ടറി ഗേറ്റിൽ പ്രസന്റ് ആകുന്ന എംപ്ലോയീസിൽ നിന്ന് നമുക്ക് വേണ്ടത്ര എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു, അവരെ ഹയർ ചെയ്യാണ് ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട്. ഇനി unconsolidated applications. There are certain job posts for which small number of applicants apply. ചില പോസ്റ്റുകൾ ഉണ്ട്, കുറച്ച് റിസ്കി ആയിട്ടുള്ള പോസ്റ്റുകൾ. അതിലേക്ക് കുറച്ച് പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അപ്ലൈ ചെയ്യുള്ളൂ. In such a case, organization can search the application form of those candidates who have approached the organization for the vacancy available by their own effort. ഈ ജോബ് പൊസിഷനിലേക്ക് സ്വയം എഫേർട്ടിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ വരുന്ന ആപ്ലിക്കേഷനാണ് അൺകൺസൾട്ടേറ്റഡ് ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ അധികം എംപ്ലോയീസ് ഒന്നും ആ ഒരു പോസ്റ്റിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരെന്ത് ചെയ്യും? ഹയർ ചെയ്യും. ഓക്കെ, അൺകൺസൾട്ടേറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ്. റിസ്കി ആയിട്ടുള്ള ജോബുകളിലേക്ക് അധികം ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസ് നേരിട്ടായിരിക്കും ഓർഗനൈസേഷൻ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ആ വാക്കൻസിലേക്ക് അവരുടെ എഫേർട്ടിൽ വരുന്ന ജോബ് അന്വേഷിച്ച് വരുന്ന എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വോളണ്ടറി അസോസിയേഷൻസ് ആണ്. These organizations such as private clubs and social organizations might also supply employees like who are physically handicapped, widow or married women, aged persons, retired person, etc. അപ്പൊ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം എംപ്ലോയീസിനെയാണ്, ജോലി ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. മേ ബി അവർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു അസോസിയേഷൻ ആവാം, വിഡോസ് ആയിരിക്കാം, മാരീഡ് വുമൻസ് ആയിരിക്കാം, ഏജ്ഡ് പേഴ്സൺസ് ആവാം, റിട്ടയർഡ് പേഴ്സൺസ് ആവാം. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള എംപ്ലോയീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെട്രോയിൽ കൊച്ചി മെട്രോയില് കുടുംബശ്രീ എന്നുള്ള കുറെ എംപ്ലോയീസിനെയാണ് എന്ത് ചെയ്തിരുന്നത്? ആദ്യം സെലക്ട് ചെയ്തത്. ഓർമ്മയുണ്ട്? അവർ റിക്രൂട്ട്മെന്റ് നടത്തിയത്, കണ്ടക്ട് ചെയ്തൊക്കെ കുടുംബശ്രീയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ ആയിരുന്നു ആദ്യം അവർ എന്ത് ചെയ്തത്? റിക്രൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ ട്രാൻസ് വുമൻസിനെ എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇല്ലേ? ഓർമ്മയില്ലാവർക്കും? ഇല്ല, ആർക്കും ഓർമ്മയില്ല.
ഓക്കെ, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കൊച്ചി മെട്രോയില് ആദ്യം റിക്രൂട്ട്മെന്റ് ഇപ്പൊ അവിടുത്തെ ക്ലീനിങ്ങും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലൂ കോളർ ജോബ്സ് തന്നെയാണ്. എന്നാലും അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ആദ്യം സെലക്ട് ചെയ്തു. കുടുംബശ്രീ വഴിയായിരുന്നു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത്ര പെർസെന്റേജ് അവർ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ സൊസൈറ്റിയിൽ കുറച്ച് പീരീഡ് ആയിട്ടുള്ള സെഷൻസിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ആണ് വിചാരിക്കും സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്, അല്ലെ? ഇപ്പൊ ടീച്ചേഴ്സിന് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും വേണം. അല്ലാതെ ഉള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാല് അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്കിൽസ് കുറഞ്ഞ എംപ്ലോയീസ്, അപ്പൊ അവർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് നമുക്ക് അറിയാവുന്ന സ്ത്രീകള് നമ്മളുടെ സമൂഹത്തില് ഏറ്റവും വീക്കർ ആയിട്ടുള്ള സെഷനാണ് സ്ത്രീ എന്ന് പറയുന്നത്. കാരണം സ്വന്തമായിട്ട് ഒരു എമൗണ്ട് പോലും അവർക്ക് മന്ത്ലി സേവ് ചെയ്യാനായിട്ട് ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇന്നും സമൂഹത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക തന്നെ വേണം. അവർക്ക് വേണ്ടിയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമം ഈ ഒരു ഓർഗനൈസേഷൻ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ മാരീഡ് ആയിട്ടുള്ള വുമൻസ്, അതേപോലെ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് കൂടുതലായിട്ട് വുമൻസിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാല് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡാണ് കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ്. നമ്മൾ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ജോബ് സ്പെസിഫിക്കേഷൻസ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള നമുക്ക് വേണ്ട വേക്കൻസി അനുസരിച്ച് അതിൽ നിന്ന് സോർട്ട് ചെയ്താണ് എടുക്കുന്നത്. കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എംപ്ലോയിയും അതേപോലെ എംപ്ലോയറും അവർക്ക് മാച്ച് ആയിട്ടുള്ള പ്രൊഫൈലിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എംപ്ലോയർ കണ്ടെത്താണ് ചെയ്യുന്നത്. ഓക്കെ, നൗകരി നമുക്ക് വേണ്ട വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടെത്താണ്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. When a company needs a specific type of employee, job description, job specification are uploaded in a computer. നമുക്കിപ്പോ ഒരു എംപ്ലോയിനെ വേണം, സ്പെസിഫിക് ടൈപ്പ് ആണ് എംപ്ലോയിനെ വേണ്ടത്. നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ മേ ബി അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ MBA വിത്ത് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA എൻ്റർ ചെയ്തു. വിത്ത് 3 years എക്സ്പീരിയൻസ് എന്നോ അങ്ങനെ വരും. 3 or 5 years എക്സ്പീരിയൻസ് എന്നോ എൻ്റർ ചെയ്യുമ്പോൾ അല്ല ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഡിമാൻഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാച്ച് ആയിട്ടുള്ള പ്രൊഫൈൽസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ആർ അപ്ലോഡഡ് into a computer whether they are matched with the resume that is stored there. അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള റെസ്യൂമ് നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡും തേർഡ് പാർട്ടി മെത്തേഡും നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്യണേ.
റീഡ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണോ? മെത്തേഡ്സുകള് എക്സ്റ്റേണൽ സോഴ്സ് ക്ലിയർ ആണ്? എക്സ്റ്റേണൽ സോഴ്സ് ക്ലിയർ ആണോ? ഇനി നമ്മൾ പോകുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇന്റേണൽ സോഴ്സിന് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ജി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തേനെ. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് എടുക്കാത്തത്. ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് എടുക്കാതെ കേട്ടോ. ഓക്കെ, ദെൻ മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും, വൈഡർ ചോയ്സ് ആയിരിക്കും. ഹ്യൂജ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, കുറേ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അതിന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണ് ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ദെൻ ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. നമ്മൾ ഫ്രഷ് ടാലന്റ്സിന് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻജെക്ട് ചെയ്യാണ്. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആളുടെ ഐഡിയാസ്, നമ്മുടെ ന്യൂ ഐഡിയാസ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ പുതിയ ഫ്രഷ് ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. മോട്ടിവേഷൻ ഓഫ് ഫോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാല് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഇന്റേണൽ എംപ്ലോയീസിന് അവർ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്, ഹാർഡായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ മേ ബി ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ട്, നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പുതിയ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ന്യൂജൻ പിള്ളേർക്കൊപ്പം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കണം. ലോങ് ടൈം ബെനിഫിറ്റ്സ് ആണ്. കാരണം പുതിയ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ അവർ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. സോ ഒരു നല്ല കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ എല്ലാ എംപ്ലോയീസും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും. അതുവഴി അവർക്ക് ബെനിഫിറ്റ്സും പ്രൊമോഷനും ഏൺ ചെയ്യാനായിട്ട് നോക്കും. നമുക്ക് നോക്കാം, മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ റിസോഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The right choice. The organization freely choose the candidates from huge pool of applications. അപ്പൊ നമുക്ക് ഹ്യൂജ് പൂളിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Injection of the fresh talent. People with the unused skill, knowledge can be selected to energize the present employee and incorporate creative method of working. For fresh talents നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല അൺഫിനായിട്ടുള്ള സ്കില്ലും നോളജ് ഉണ്ടാവും. സോ ഈ സ്കില്ലും നോളജ് വെച്ചിട്ട് നമ്മുടെ ഫ്രഷ് ടാലൻസിന് പ്രസന്റ് എംപ്ലോയീസിന് ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ ക്രിയേറ്റീവ് മെത്തേഡ് വഴി അവർക്ക് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ് ടു വർക്ക് ഹാർഡ്. പുറത്തുനിന്ന് എംപ്ലോയിനെ സെലക്ട് ചെയ്തു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് കോമ്പീറ്റഡ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, എക്സ്റ്റേണൽ എംപ്ലോയീസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വരുന്ന എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കണം. A highly competent environment like this would assist an employee to work to the best. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഓർഗനൈസേഷൻ അകത്തെങ്കിൽ അവരുടെ ഓൾറെഡി ഉള്ള എംപ്ലോയീസും വന്ന എംപ്ലോയീസും നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, a highly competent environment like this would assist an employee to work hard to best of his ability and as it can. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ആണ് ലോങ് ടൈം. എന്താണ് ലോങ് ടൈം ബെനിഫിറ്റ്സ്? ഇഫ് കോമ്പീറ്റന്റ് ഇൻഡിവിജ്വൽസ് വിൽ ജോയിൻ ദ ഓർഗനൈസേഷൻ. നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ they can generate new ideas. അവർക്ക് നല്ല ന്യൂ ഐഡിയാസ്, ഫ്രഷ് ഐഡിയാസ് ഉണ്ടാവും. This can create a competitive atmosphere which will force the employees to give out their best. അപ്പൊ നല്ലൊരു കോമ്പറ്റിറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് എന്തിന് കാരണമാകുന്നു? എംപ്ലോയീസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് കാഴ്ചവെക്കാനും അതുവഴി അവർക്ക് ബെനിഫിറ്റ്സും പ്രമോഷൻ ഏൺ ചെയ്യാനും ചെയ്യുകയും ചെയ്യുന്നു.
അപ്പോൾ ലോങ് ടൈം ബെനിഫിറ്റ്സ് ഉണ്ട്. പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു, ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ അതുവഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ എംപ്ലോയീസ് അത് ഇങ്ങനെ വരുമ്പോൾ കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്യുമ്പോൾ അവർ മാക്സിമം ഒരു ബെസ്റ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അതുവഴി ബെനിഫിറ്റ്സും പ്രൊമോഷനും ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. ഫസ്റ്റ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒത്തിരി ഓരോ ഇന്റർവ്യൂസിനെയും ഓരോ എംപ്ലോയി അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റ്സും നമ്മൾ പേഴ്സണലി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്തതായിട്ടുണ്ട്. സോ നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി പ്രോമിറ്റന്റ് അല്ല, ആക്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എക്സ്പെൻസീവ് ആണ്. ഒത്തിരി ചെലവുകൾ വരുന്നുണ്ട്. റിക്രൂട്ടർ സാലറി അതേപോലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ടൈം കൺസ്യൂമിംഗ് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഡീമോട്ടിവേറ്റിംഗ് ആണെന്ന് പറയുന്നു. ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തിൽ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മാനേജ് ആവാനുള്ള ഒരു എന്തുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഒരാളെയാണ് അദ്ദേഹത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് ഡീമോട്ടിവേഷൻ വന്നില്ലേ. ഞാൻ ഇത്രയും നാൾ ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തിട്ട് എന്നെ സെലക്ട് ചെയ്യാണ്ട് മറ്റൊരാളെ സെലക്ട് ചെയ്തു. അപ്പൊ അതിന് ഡീമോട്ടിവേഷൻ കാരണമാകും. അൺസർട്ടനിറ്റി ആണ്. നമ്മളിപ്പോ ഒരാളെ സെലക്ട് ചെയ്യാണെങ്കിൽ അവര് ആപ്റ്റ് ആണോ, ആ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. സോ നമുക്ക് അയാളെ കുറിച്ച് അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് മുൻകൂട്ടി ഒരു കാര്യവും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. Merits of external source: expensive. Using various sources of recruitment is not easy work. Hiring cost may increase significantly. അപ്പൊ നമ്മള് എക്സ്റ്റേണൽ സോഴ്സ് വരെ റിക്രൂട്ട് ചെയ്യുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള വർക്ക് ഒന്നല്ല. ഹയറിംഗ് കോസ്റ്റ് മേ ബി ഇൻക്രീസ്. അപ്പൊ നമുക്ക് ഒരുപാട് എംപ്ലോയീസിന്റെ ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹയറിംഗ് കോസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. അഡ്വർടൈസ്മെന്റ് ചെയ്യുക, അതിൽ നിന്ന് സ്ക്രീൻ ചെയ്യുക, അവരെ ടെസ്റ്റ് ചെയ്യുക, സെലക്ട് ദ റൈറ്റ് എംപ്ലോയി ഇസ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. അപ്പൊ റിക്രൂട്ട്മെന്റ് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. സോഴ്സസ് റിക്രൂട്ട്മെന്റ് എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. The whole procedure needed to repeat if the right candidate is not found. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാത്ത പക്ഷം നമ്മൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Demotivating ആണ്. The present employees who have given a lot of time in their service they opt the process of recruiting vacancies from the outside the organization. നമ്മുടെ ഇപ്പൊ ഞാൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഇതിന് മാക്സിമം ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടി എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അടുത്ത HOD ആയിട്ട് വരുന്നത്. പെട്ടെന്നാണ് പുറത്തുനിന്ന് എംപ്ലോയിനെ എന്ത് ചെയ്യുന്നത്, HOD ആയിട്ട് സെലക്ട് ചെയ്തത്. സോ അവിടെ ഞാൻ എന്താവാണ്, ഡീമോട്ടിവേറ്റ് ആവാണ്. The feeling that their service has not been valued by the organization demotivates them. നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് അവർ നമ്മുടെ സർവീസ് കണ്ടില്ലല്ലോ എന്ന് നമുക്ക് വരുമ്പോൾ അതെന്തിന് കാരണമാകുന്നു, ഡീമോട്ടിവേഷൻ കാരണമാകുന്നു. ആൻഡ് ദേ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. അപ്പൊ അവർ ഇത്രയും നാൾ ചെയ്ത രീതിയിലായിരിക്കില്ല പിന്നീട് അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന അത്രയും ഇൻട്രസ്റ്റോടെ ഒന്നും അത് വർക്ക് ചെയ്യില്ല. ഭയങ്കര എന്താ പറയാ, ഒരു ഇത്രയും നാൾ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, അപ്പൊ ഒന്നും ഓർഗനൈസേഷൻ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. സോ ഈ പ്രൊമോഷൻ തന്നില്ല, പിന്നെ ഞാനെന്തിനാ നല്ല രീതിയിൽ പെർഫോം ചെയ്യണ്ടേ എന്നൊരു ചിന്ത ഓരോ എംപ്ലോയീസിന്റെ മനസ്സിലും വരും. നോർമലാണ്, ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണ്. അവർക്ക് പ്രൊമോഷനും അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് ചെറിയ സന്തോഷം ഉള്ളത്. അല്ലെങ്കിൽ ചെറിയൊരു അപ്രിസിയേഷൻ ആയാലും മതി. എംപ്ലോയി ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് അപ്രിസിയേറ്റ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിമോട്ടിവേഷൻ കുറവായിരിക്കും. ഇനി അൺസർട്ടനിറ്റി ആണ്. There is uncertainty that the organization will be able to hire the right candidates. അപ്പൊ നമ്മൾ ഒരു അൺസർട്ടൻ ആണ്, നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സ് റൈറ്റ് കാൻഡിഡേറ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. It may end up with hiring unsuitable candidates who may not able to adjust into a new setting. നമ്മൾ പുറത്തുനിന്നൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ, പുറത്തുനിന്നൊരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് ന്യൂ സെറ്റിംഗ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ആയില്ലാത്ത പക്ഷം അവിടെ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫെയിൽ ആണ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനായിട്ട് അത് അഡ്ജസ്റ്റ് ആവുകയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. പക്ഷെ അഡ്ജസ്റ്റ് ആകാത്ത പക്ഷം എന്താണ്, നമുക്കത് കുറച്ചുകൂടി ഇത്തിരി എക്സ്പെൻസീവ്, വീണ്ടും നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് വീണ്ടും ടൈം കൺസ്യൂമിങ്ങും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സും ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സും റീഡ് ചെയ്യാം.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമ്മളപ്പോ റിക്രൂട്ട്മെന്റിന്റെ അവസാനത്തെ പോർഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റിലേക്കാണ് ഇനി നമ്മൾ മൂവ് ആക്കുന്നത്. നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്. Determine the present and future requirements. എന്ന ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തേതും ഇനി വരാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക, കണ്ടെത്തുക. ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കേഷൻ പൂൾ. നമുക്ക് ആപ്ലിക്കേഷന്റെ നമ്പേഴ്സ്, കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ആ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഫേർട്ട് എടുക്കുക. ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. നമ്മളുടെ സെലക്ഷന്റെ സക്സസ് റേറ്റ് മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കാം. മീറ്റ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ. നമ്മൾ സെലക്ഷനും റിക്രൂട്ട്മെന്റും കണ്ടക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ്റെതായ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, ലീഗലി ഓർ സോഷ്യൽ ഒബ്ലിഗേഷൻ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. നമ്മൾ ചെയ്ത റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കറക്റ്റ് ആണ്, നല്ല എഫക്റ്റീവ്നെസ്സോട് കൂടിയാണ് നമ്മൾ ചെയ്തതെന്ന് ഉറപ്പുവരുത്താം. റെഡ്യൂസ് ദ ടേൺ ഓവർ. ഇവിടെ ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സെയിൽസോ സ്റ്റോക്കോ ഒന്നും വിചാരിക്കരുത്. ഇത് എംപ്ലോയീസ് ടേൺ ഓവർ ആണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ എംപ്ലോയീസ് ടേൺ ഓവർ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചോ എംപ്ലോയീസ് ടേൺ ഓവർ എന്താന്ന്? ആരെങ്കിലും ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിച്ചോ എംപ്ലോയീസ് ടേൺ ഓവർ എന്താന്ന്? ഇല്ല? ഓക്കെ. എംപ്ലോയീസ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്കാണ് ട്ടോ. എന്താണ്? എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന എംപ്ലോയീസ് ഒത്തിരി കൊഴിഞ്ഞു പോവാണെങ്കിൽ മേ ബി അത് എന്താണ് നമ്മുടെ അത് റിക്രൂട്ട്മെന്റിനെ ബാഡ്ലി എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ റെഡ്യൂസ് ടേൺ ഓവർ, അങ്ങനെ വരുന്ന കൊഴിഞ്ഞു പോക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. It involves identifying and preparing the potential job applicants for higher job positions. നമ്മൾ നല്ല രീതിയിൽ ഹയർ ജോബ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻസ്, ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ജോബ് ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. It is significant for every organization to find out the existing and future need of the organization. അപ്പൊ എല്ലാ ഓർഗനൈസേഷനെ സംബന്ധിച്ചും അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് എന്ത്? അവർ
അവർക്ക് വരുന്ന എക്സിസ്റ്റിംഗ് ആയ അതേപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള നീഡ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നീഡ്സിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വേണം. It is significant for every organization to find out the existing and future need of the organization as per the human resource planning. The human resource planning and job evaluation taskകൾ നോക്കിയിട്ട് നമുക്ക് എത്ര എംപ്ലോയീസിനെ വേണം, പ്രസന്റ് ഇപ്പൊ എത്ര എംപ്ലോയീസിനെ നമുക്ക് വേണം, അതേപോലെ ഫ്യൂച്ചറിലേക്ക് എത്ര എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കേറ്റ് പൂൾ. നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കൻസ് പൂൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ മാക്സിമം എന്ത് റിസീവ് ചെയ്യാൻ നോക്കാം, കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാൻ നോക്കാം. എത്ര നമ്പേഴ്സ് കൂടുന്നോ അത്രയും ബെസ്റ്റ് ആയിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ്. നമ്മൾ മാക്സിമം എന്താണ് ആപ്ലിക്കേഷന്റെ നമ്പർ കൂട്ടാനായിട്ട് ശ്രമിക്കാം. റിക്രൂട്ട്മെന്റ് ഡെവലപ്പ് എ പൂൾ ഓഫ് ടാലന്റഡ് കാൻഡിഡേറ്റ് to facilitate the selection of the most suitable candidate for the organization. Recruitment create ചെയ്യുന്നത് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഒരു പൂളാണ്, ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. It will help to gather an appropriate number of acceptable applicants for each job at minimum cost. അപ്പൊ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്കത് മിനിമം കോസ്റ്റിലാണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഓർഗനൈസേഷന് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് വർത്ത് ഓഫ് ദ സെലക്ഷൻ ടു ദ ഓർഗനൈസേഷൻ റൈസ് വിത്ത് ഇൻക്രീസസ് ഇൻ ദ പൂൾ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. അത് നമുക്ക് കൂടുതലായിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഇൻ ഫാക്ട് large group of qualified candidates indicates that there are more suitable applicants available for the job position. ഒരുപാട് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ഒത്തിരി ആപ്ലിക്കൻസ് നമ്മുടെ ജോബ് പൊസിഷനിൽ അവൈലബിൾ ആണ്. സോ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കൻസ് അവൈലബിൾ ആണെന്നാണ്. A selection program therefore has an excellent possibility of recognizing only well qualified individuals. അപ്പോ ഒരു സെലക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സലന്റ് പോസിബിലിറ്റി നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുക എന്നുള്ളത് വളരെ എക്സലന്റ് ആയിട്ടുള്ള പോസിബിലിറ്റി ആണ്. എന്നാൽ മാത്രമാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ്, if the recruitment program attracts a small number of applicants, നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കുറച്ച് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്തോളൂ. മേ ബി നമ്മുടെ കമ്പനിയിൽ 10 വേക്കൻസി ഉണ്ട്, 5 പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ, അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇൻ കമ്പാരിസൺ ടു നമ്പർ ഓഫ് അവൈലബിൾ പൊസിഷൻ, നമ്മൾ അവൈലബിൾ പൊസിഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ 5 ആപ്ലിക്കേഷൻസേ റിസീവ് ചെയ്തോളൂ, നമ്മുടെ ഓർഗനൈസേഷനിൽ 10 വേക്കൻസീസ് ഉണ്ട്. Then the situation of repeating the entire recruitment process may occur. നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരുപാട് ടൈം കൺസ്യൂമിങ്ങും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. നമ്മൾ അത് വീണ്ടും ആദ്യം മുതൽ അഡ്വർടൈസ്മെന്റും സ്ക്രീനിങ്ങും സെലക്ഷനും ഒക്കെ നടത്താന്ന് വെച്ചാൽ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ സ്മോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ അത്ര പ്രോപ്പർ ആയിരിക്കില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് നല്ല മാക്സിമം എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്താണ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ ബൈ ലോവറിംഗ് ദ പെർസെന്റേജ് ഓഫ് applicants who are either less qualified or who have the undeserved KSA, knowledge, skill, ability for the recruiting organization. Recruitment increase the success rate of the selection. Okay, നമുക്ക് ലോവർ പെർസെന്റേജ് ആണ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെന്റിനെ ബാഡ്ലി അഫക്ട് ചെയ്യും. റിക്രൂട്ട്മെന്റ് സക്സസ് റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടണം. സ്റ്റാഫ് ടൈം, മെറ്റീരിയൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ നീഡഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് പ്രോസസ്. നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളുടെ ടൈം, മെറ്റീരിയൽസ്, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ വേണം. ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം brings application who do not match with the recruitment of vacant job position,
the result will be terrible. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ടൈമും മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തു. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്ന കാൻഡിഡേറ്റ്സും നമ്മൾ ഉദ്ദേശിച്ച ഒരു വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻ ആക്ട് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും? കുറച്ച് ടെറിബിൾ ആയിരിക്കും, കുറച്ച് ബാഡ്ലി നമ്മളത് അഫക്ട് ചെയ്യും. The expenses done on evaluation, the inappropriate candidates can go in vain. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെലവ് വന്നല്ലോ, ആ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്ന ചെലവ് അത് നമ്മൾ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. Go in vain. Moreover, the extra time required for determining human resource recruitment, selection increase the organizational expense as well as. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈമും എക്സ്പെൻസും വരും. അത് ഫുൾ ആയിട്ട് ആര് തന്നെ മീറ്റ് ചെയ്യേണ്ടി വരും? ഓർഗനൈസേഷൻ തന്നെ അത് എന്ത് ചെയ്യേണ്ടി വരും? മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് സക്സസ് റേറ്റ് പറഞ്ഞത് നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോൾ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെന്റിനെ അത് എഫക്ട് ചെയ്യും, ബാഡ്ലി എഫക്ട് ചെയ്യും. സെലക്ഷനും റിക്രൂട്ട്മെന്റും തമ്മിൽ എന്താണ് സക്സസ് റേറ്റ്? റിക്രൂട്ട്മെന്റ് മാക്സിമം ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് സെലക്ഷൻ നടത്താൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് അതിന് വേണ്ടി ഒത്തിരി എമൗണ്ട് വേണം, മെറ്റീരിയൽസ് വേണം, ഫിസിക്കൽ ഫെസിലിറ്റി വേണം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് നീണ്ടു പോകുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനിക്ക് ചെലവ് കൂടി വരാനാണ് ചാൻസ്. ഓക്കെ, ഇനി അടുത്താണ് മീറ്റ് ദ ഓർഗനൈസേഷണൽ ഒബ്ലിഗേഷൻ ആണ്. The objectives of the recruitment is to meet the organizational, legal and social obligation concerning the demographic composition of its workers. നമുക്കറിയാലോ, ഇപ്പൊ നല്ല ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ റിക്രൂട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ആപ്ലിക്കൻസ് നമുക്ക് കിട്ടും, അല്ലെ? കാരണം എന്താണ്? കൂടുതലായിട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് കേരളത്തിൽ കൂടുതലാണ്. കാരണം ഒരുപാട് പോപ്പുലേഷൻ, നമുക്ക് ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു 10 or 100 പേര് നമുക്ക് അവൈലബിൾ ആയിരിക്കും. An organization complies with various law directives and has frequently been judged by the demographic features of the recruited and selected. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ അവരുടെ ലോവർക്ക് അനുസരിച്ചുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. The demographic features of the selected candidates are directly proportional to the features of the applicant pool. ആപ്ലിക്കന്റ് പൂളിനനുസരിച്ച് നമുക്ക് ഒരു സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒത്തിരി ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ, ഇനിയിപ്പോ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആയി, to provide a great pool of applicants, then it is quite apparent that selection program will not able to fulfill the required set of skilled persons. നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് അത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടിയില്ല. സോ നമ്മൾ ഫെയിൽ ആയെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. Then ഞാൻ 2 പോയിന്റ് കൂടി ഒന്ന് റീഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്നും കൂടി പറയാം കേട്ടോ. ഓക്കെ, increase and evaluate effectiveness. The present as well as future effectiveness of an individual, the organization gets an increased due to recruitment. അപ്പൊ നമ്മള് എഫക്റ്റീവ്നെസ് ഇൻഡിവിജ്വലിന്റെയും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് വഴി മാത്രമേ പറ്റുള്ളൂ? റിക്രൂട്ട്മെന്റ് വഴി മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഓൾസോ അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് വെറൈറ്റി ഓഫ് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ആൻഡ് സക്സസ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്. അപ്പൊ നമുക്ക് എഫക്റ്റീവ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് മെത്തേഡിന്റെ വെറൈറ്റീസ് അനുസരിച്ചും അതിന്റെ സോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏത് ടൈപ്പ് ജോബ് ആപ്ലിക്കൻസിനെ റിസീവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് റെഡ്യൂസ് ടേൺ ഓവർ ആണ്. വൺസ് റിക്രൂട്ടഡ് ആൻഡ് സെലക്ടഡ്, നമ്മൾ ഒരു പ്രാവശ്യം റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, അവിടെ വെച്ച് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവല്ല ചെയ്യുന്നത്. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് മിനിമൈസ് ദ ചാൻസ് ഓഫ് ദ job applicants will quit the job organization in the initial phase of placement. അപ്പോ നമ്മളവിടെ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, അവിടെ വെച്ച് നമ്മുടെ ജോബ് കംപ്ലീറ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് ആപ്ലിക്കൻസ് ഉണ്ടല്ലോ അവിടെ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണമെന്നില്ല. ഫസ്റ്റ് ഇനിഷ്യൽ ഫേസിൽ അവർ ക്വിറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ദിസ് ഈസ് ഇൻ ടേം
the result in retention of the potential employee. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ തന്നെ ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റെഡ്യൂസ്ഡ് ടേൺ ഓവർ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് ഏറ്റവും അവസാനം പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് നിങ്ങളുടെ പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ പൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് റേറ്റ് ഓഫ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ, നമ്മള് മാക്സിമം ആപ്ലിക്കേഷൻസ് കിട്ടിയാലാണ് സെലക്ഷന്റെ സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. ദെൻ മീറ്റ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ, നമുക്ക് ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷനിലെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ എഫക്റ്റീവ്നെസ് കൂട്ടാനും ഇവാലുവേറ്റ് ചെയ്യാനും റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ഒരാളെ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകില്ല. ദെൻ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ ഇവിടെ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എഫേർട്ട് ഇടണം. ഇതുകൂടി റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇത്തിരി സ്പീഡിലാണ് വായിച്ചത് എനിക്കറിയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. ഞാൻ ടൈം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹരിബരി ആയതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you. Thank you. Thank you.